ഇക്കുറി നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക ഏറെ സർവ്വഗുണ സമ്പന്നമാകുമെന്നതിൽ ഒരു സംശയമില്ല. സിനിമാ താരങ്ങളായ ആസിഫ് അലി, രമേശ് പിഷാരടി, ഉണ്ണി മുകുന്ദൻ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും, പിന്നെ കായിക താരങ്ങളായ PT ഉഷ, IM വിജയൻ, യു ഷറഫ് അലി. രാഷ്ട്രീയ ഭാഗത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി മക്കളായ VS അച്യുതൻ്റെ മകൻ VA അരുൺകുമാർ, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ, പിന്നെ എഴുത്തുകാരൻ സാഹിത്യലോകത്ത് നിന്ന് ബെന്യാമൻ, VK ശ്രീരാമൻ, പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും. അങ്ങനെ UDF, LDF, NDA മുന്നണികൾ തലങ്ങും വിലങ്ങും സൂപ്പർ സ്ഥാനാർത്ഥികളെ ഇറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂറോക്രാറ്റുകളും ഇവിടെ പട്ടികയിലുണ്ടാകും. LDFിലും UDFിലും NDAയിലും സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്ത് മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർ സെൻകുമാർ, ജഗത് തോമസ്, ശ്രീലേഖ, അങ്ങനെ NDAയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഇടതു മുന്നണിയിലും വലതു മുന്നണിയിലും മുൻ ബ്യൂറോക്രാറ്റുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അരുൺകുമാർ കായംകുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. അങ്ങനെയെങ്കിൽ അവിടെ മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകരനെ മത്സരിപ്പിക്കാനാണ് UDFിൻ്റെ ലക്ഷ്യം. മുൻ മന്ത്രി തച്ചടി പ്രഭാകരൻ്റെ മകനെന്ന വിലാസം ബിജു പ്രഭാകരന് ഏറെ ഗുണം ചെയ്യും. പക്ഷേ ഇതിലൊന്നും തീരുമാനമായിട്ടില്ല. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കണ്ണൻ ഗോപിനാഥിനും UDF സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ K ബാബു ഇനി മത്സരിക്കാൻ സാധ്യത ഇല്ല എന്നാണ് സൂചന. എന്തായാലും അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയാകും തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ടൊക്കെ വ്യക്തമാകുന്നു. ഏറെക്കാലമേ കോൺഗ്രസുമായി ഏറെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് രമേശ് പിഷാരടി. UDFിൻ്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നിൽ തന്നെയാകും അച്ചു ഉമ്മനെ മത്സരിപ്പിക്കുക. ഇപ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ സീറ്റിൽ MLA ആയി തുടരുന്നുണ്ട്. ഒപ്പം അച്ചു ഉമ്മനും. ഉണ്ണി മുകുന്ദനെ എവിടെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ NDAയിൽ BJPയിൽ തീരുമാനമൊന്നുമായിട്ടില്ല. പക്ഷേ ഒരു ഷുവർ സീറ്റാണ് ഉണ്ണി മുകുന്ദനെ കാത്തിരിക്കുന്നത് എന്ന് സൂചനയുണ്ട്. വിജയ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാജ്യസഭാംഗം PT ഉഷയെ മത്സരിപ്പിച്ച് കേരള നിയമസഭയിലേക്ക് അയക്കാനും BJPക്ക് ചെറിയൊരു പ്ലാനുണ്ട്. ആസിഫ് അലിയെ തൊടുപുഴയിൽ മത്സരിക്കാൻ ഇറക്കാനാണ് CP നീക്കം. എന്നാൽ സിനിമ ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിൽ ഈ സമയത്ത് ഇറങ്ങുമോ ആസിഫ് അലി എന്നത് ചോദ്യം. കാരണം സിനിമയാണ് അവരുടെ അന്നം. അത് കളഞ്ഞിട്ട് ഇടതു മുന്നണിക്കൊപ്പം മത്സരരംഗത്തിറങ്ങിയാൽ സിനിമയും പോകും, രാഷ്ട്രീയവും പോകുമെന്നൊരവസ്ഥയെത്തുമെന്ന് അവർക്കറിയാം. ഷറഫ് അലിയെ ഏറനാട് LDF സ്വതന്ത്രമായി മത്സരിക്കാൻ നോക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും സാഹിത്യകാരൻ ബെന്യാമിനെ മത്സരിപ്പിക്കാനാണ് LDFിൻ്റെ അടുത്ത തീരുമാനം, അത് CPM സ്ഥാനാർത്ഥിയായിട്ട്. അങ്ങനെ സാഹിത്യകാരന്മാരെയൊക്കെ എക്കാലത്തുമുള്ളതുപോലെ CPM വലവീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇക്കുറി സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുക UDF തന്നെയാകും. കുറഞ്ഞതൊരു 35 സീറ്റിലെങ്കിലും UDFിൻ്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തന്നെ പ്രഖ്യാപിക്കും. അതിൽ 35 സീറ്റും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാകും. UDFിൻ്റെ ഷുവർ സ്ഥാനാർത്ഥികളും ഉണ്ടാകും ഇതിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആരും ഇത്തവണ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയെ വരേണ്ട കാര്യമില്ല. എല്ലാം KPCCയും രാഷ്ട്രീയകാര്യ സമിതിയും തിരഞ്ഞെടുപ്പ് സമിതിയും ഒക്കെ നോക്കിക്കൊള്ളും. ആരാകണ സ്ഥാനാർത്ഥി എന്നത് UDFിനുള്ളിൽ ഒരു സംശയമില്ല. ഒന്നുണ്ട്, ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് UDFിന് ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരാൾ മാത്രമാകില്ല, ഒന്നിലധികം പേരുണ്ട് അവിടെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള കോൺഗ്രസ്സുകാർ. പക്ഷേ അതിൽ നിന്നും ജനസമ്മതിയുള്ള ആളെ, പൂർണ്ണ ജനകീയ പിന്തുണയുള്ള ഒരാളെയാകും ഇക്കുറി വളരെ വ്യക്തമായ കർശനമായ സൂക്ഷ്മ പരിശോധനകൾക്ക് ശേഷം അവിടെ സ്ഥാനാർത്ഥിയാക്കുക. കാരണം ഒരു സീറ്റ് പോലും UDFിനും കോൺഗ്രസിനും കൈവിടാനുള്ള അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. 100+ സീറ്റുകൾ ഇത്തവണ നേടണം എന്നൊരൊറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ UDF മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അമരത്ത് കോൺഗ്രസുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഏപ്രിൽ നടക്കുമെന്ന് സൂചനയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ തന്നെ തങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്.